السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين، أما بعد فاتقوا الله يا عباد الله. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ സർവ്വമേഖലകളിലും പാലിച്ചുകൊണ്ട് ജീവിക്കുവാൻ കഠിനമായി പരിശ്രമിക്കണേ എന്ന് സ്വന്തത്തെ മറക്കാതെ നിങ്ങൾ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുക. റബ്ബ് അനുഗ്രഹിക്കുമാറാകട്ടെ. വിശുദ്ധ റമളാനിലെ വളരെ പുണ്യമാക്കപ്പെട്ട ദിവസങ്ങളിലൂടെയാണ് നമ്മൾ ഓരോരുത്തരും കടന്നു പോകുന്നത്. വളരെ പെട്ടെന്നാണ് ഓരോ ദിവസവും നമ്മളിലൂടെ മറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ നമ്മുടെ സമയം അത് നമ്മൾ കൃത്യമായി വിനിയോഗിക്കുന്നുണ്ടോ എന്ന് നമ്മോട് തന്നെ ചോദിക്കുകയും, ഇല്ല എങ്കിൽ ഒരു മാറ്റം വരുത്തി നല്ല രൂപത്തിൽ സൽക്കർമ്മങ്ങൾ ചെയ്ത് ഫിത്നയിൽ അകപ്പെടാതെ, ഒരുപാട് അനാവശ്യമായ ചർച്ചകളിൽ ഏർപ്പെടാതെ നമ്മുടെ സൽക്കർമ്മങ്ങൾ കാത്തു സൂക്ഷിച്ച് മുന്നേറുവാൻ നമ്മൾ ഓരോരുത്തരും പരിശ്രമിക്കേണ്ടതുണ്ട്. പ്രത്യേകിച്ചും ഒരു പകുതിയിലേക്ക് എത്താനായിട്ടുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അല്ലാഹു സുബ്ഹാനഹു വ തആല റമദാനിലൂടെ സ്വർഗപ്രവേശനം സാധിക്കുന്ന അവൻ്റെ ഉത്തമരായ അടിമകളുടെ കൂട്ടത്തിൽ നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. സൂറത്തു കഹ്ഫിലെ 10-ാമത്തെ ആയത്താണ് നമ്മൾ അവസാനമായി എടുത്തത്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. إذ أوى الفتية إلى الكهف فقالوا ربنا آتنا من لدنك رحمة وهيئ لنا من أمرنا رشدا. إذ أوى الفتية إلى الكهف فقالوا ربنا آتنا من لدنك رحمة وهيئ لنا من أمرنا رشدا. അപ്പോൾ ഇതിൻ്റെ ആദ്യത്തെ ഭാഗം നമ്മൾ അർത്ഥം പറഞ്ഞിട്ടുണ്ട്. ഇദ് അവൽ ഫിത്തിയത്തു. ഇദ് അവ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അവന്റെ അർത്ഥം നമ്മൾ സൂചിപ്പിച്ചത് എന്താ? അഭയം പ്രാപിക്കുക. അപ്പൊ അഭയം തേടി, അഭയം പ്രാപിച്ചു ആര്? അൽ ഫിത്തിയത്തു, യുവാക്കൾ. ഇലൽ കഹ്ഫി, എവിടേക്കാണ്? ഗുഹയിലേക്ക്. ഒരു പർവ്വതമുണ്ട്, ആ പർവ്വതത്തിൽ എന്തുണ്ട്? ഒരു ഗുഹ. അതിലേക്ക് അവർ അഭയം പ്രാപിച്ചു. ഫഖാലു, എന്നിട്ട് അവർ പറഞ്ഞു. അപ്പൊ ഇവിടെ യുവാക്കളാണ് അഭയം പ്രാപിച്ചത്. അതേപോലെ തന്നെ അവരുടെ പ്രത്യേകത എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിലുള്ള യുവാക്കൾ അവരെങ്ങനെയായിരുന്നു എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ സൂചിപ്പിച്ചു. അപ്പൊ ഇവിടെ യുവാക്കൾ അവരുടെ വീടും നാടുമെല്ലാം വിട്ട് ഗുഹയിൽ പോയി അഭയം പ്രാപിക്കാനുള്ള കാരണം ദീനിന്റെ സംരക്ഷണത്തിന് വേണ്ടിയിട്ടാണ്. അവിടെ തന്നെ അവരെന്ത് ചെയ്തില്ല? അവർ ദീനിന്റെ സംരക്ഷണത്തിന് വേണ്ടി ഗുഹയിൽ അഭയം പ്രാപിച്ചു, എന്നിട്ട് അവിടെ നിന്നില്ല. മറിച്ച് അള്ളാഹുവിനോട് എന്ത് ചെയ്യാണ്? വീണ്ടും പ്രാർത്ഥിക്കുകയാണ്. അതായത് ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ ജീവിതത്തിൽ ഏതൊരു കാര്യം നേടിയെടുക്കാൻ നമ്മൾ പരിശ്രമിക്കുന്നുണ്ട് എങ്കിലും കാരണങ്ങൾ എന്ത് ചെയ്യണം? നമ്മൾ സമീപിക്കുക തന്നെ വേണം. നമുക്ക് എന്താണോ അള്ളാഹു കാരണമായി നിശ്ചയിച്ചിട്ടുള്ളത് അത് നമ്മൾ കൃത്യമായി ചെയ്യണം. പക്ഷെ ആ കാരണത്തിൽ മാത്രം എന്ത് ചെയ്യരുത്? നമ്മൾ ഒതുങ്ങരുത് എന്ന്. മറിച്ച് അള്ളാഹുവിനോട് എന്ത് ചെയ്യണം? പ്രാർത്ഥിക്കുകയും വേണം. ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറയുന്നത്, ഒരടിമക്ക് 2 കാര്യങ്ങൾ ചേർന്ന് വന്നു കഴിഞ്ഞാൽ അവൻ ഉദ്ദേശിക്കുന്ന കാര്യം അവന് നേടിയെടുക്കാൻ സാധിക്കുന്ന. അതിൽ ഒന്നാമത്തേത് കാരണങ്ങൾ എന്ത് ചെയ്യണം? കൃത്യമായി ചെയ്യണം. രണ്ടാമത്തേതോ അള്ളാഹുവിനോട് അമിതമായി പ്രാർത്ഥിക്കണം. ഈ കാരണം സ്വീകരിക്കുന്ന സമയത്ത് പൊതുവിൽ മനുഷ്യന്റെ സ്വഭാവമാണെന്ത്? ആ കാരണത്തിൽ മനുഷ്യൻ എന്ത് ചെയ്യും? അമിതമായി ആ കാരണത്തെക്കുറിച്ച് ആലോചിക്കുകയും ആ കാരണത്തിൽ നിന്നുണ്ടാകുന്ന റിസൾട്ടിന് വേണ്ടി പ്രതീക്ഷിക്കുകയും ചെയ്യുക മനുഷ്യന്റെ പൊതു സ്വഭാവം. അതുകൊണ്ടാണ് അഖീദയുടെ ഗ്രന്ഥങ്ങളിൽ, വിശ്വാസത്തിന്റെ ഗ്രന്ഥങ്ങളിൽ എല്ലാം പഠിപ്പിക്കുന്നത് കാരണം വെറും കാരണം മാത്രമാണ്. കാരണം വെറും കാരണം മാത്രമാണ്. ആ കാരണം നടപ്പിൽ വരുത്തണമെങ്കിൽ ആരുദ്ദേശിക്കണം? അള്ളാഹു ഉദ്ദേശിക്കണം. അപ്പൊ കാരണം സ്വീകരിച്ചാൽ പോലും നമ്മുടെ ഹൃദയം ബന്ധപ്പെടുന്നത് ആരുമായിട്ടാണ്?
അള്ളാഹുവുമായിട്ടാണ്. നമ്മുടെ പൂർണ്ണമായ തവക്കുൽ ആരുമായിട്ടായിരിക്കും? അള്ളാഹുവുമായിട്ടായിരിക്കും. പൊതുവിൽ ഒരാൾ ഹോസ്പിറ്റലിലേക്ക് പോകുന്ന സന്ദർഭത്തിൽ, അതായത് എന്തെങ്കിലും രോഗം ബാധിച്ചു കഴിഞ്ഞാൽ മരുന്ന് സ്വീകരിക്കുക, ഡോക്ടറെ കാണിക്കുക എന്നതൊക്കെ കാരണമാണ്. അതെന്ത് ചെയ്യണം? നമ്മൾ ചെയ്യണം. അത് നമ്മൾ ചെയ്യുന്നില്ല, അതിൽ നിന്നൊക്കെ മാറി നിൽക്കുകയാണെങ്കിൽ അതും കുറ്റാണ്. അതെന്തല്ല? തവക്കുലല്ല, അത് തവാക്കുലാണ് എന്ന. അത് തവക്കുലിന്റെ ഗണത്തിലല്ല പെടുക. എന്നാൽ ഡോക്ടറിന്റെ അടുത്ത് പോയി കഴിഞ്ഞാൽ പോലും, ഇനി അത് എത്ര ഉന്നതനായ ഡോക്ടർ ആയാലും, നമ്മുടെ തവക്കുൽ ആരിലായിരിക്കണം? അള്ളാഹുലായിരിക്കണം. കാരണം നമുക്ക് വന്ന അതേ രോഗം വന്നിട്ട് ആ ഡോക്ടറെ സമീപിച്ച വേറെ കുറെ ആളുകളുണ്ട്. നമുക്ക് ചിലപ്പോൾ എന്ത് ലഭിച്ചിട്ടുണ്ടാകും? ശമനം ലഭിച്ചിട്ടുണ്ടാകും. എന്നാൽ മറ്റേ ആൾക്കോ ശമനം ലഭിച്ചിട്ടുണ്ടാകൂല. എന്നാൽ രണ്ടാളുകളും സമീപിച്ച ഡോക്ടർ ഒന്ന് തന്നെയാണ്. ഒരേ കാരണം രണ്ടാളുകളും സമീപിക്കുന്നു, റിസൾട്ടുകൾ രണ്ടും വ്യത്യസ്തമാണ്. അവിടെയാണ് റിസൾട്ട് ആരുടെ കയ്യിലാണ്? അള്ളാന്റെ കയ്യിലാണ്. അപ്പൊ എവിടെ പോയാലും നമ്മെ സംബന്ധിച്ചിടത്തോളം അങ്ങേയറ്റത്തെ തവക്കുലും അള്ളാഹു ആണ് നടത്തി തരുന്നത് എന്ന വിശ്വാസം മനസ്സിൽ എന്ത് ചെയ്യണം? എപ്പോഴും ഉണ്ടാകണം എന്നാണ്. ചിലപ്പോഴെങ്കിലും ആളുകളൊക്കെ പറയാറുണ്ട്, അതായത് നമ്മൾ ഡോക്ടറിനെ സമീപിച്ചു, എന്നിട്ട് ഡോക്ടർ അഭിപ്രായം പറയും, കഴിഞ്ഞു, ഇനി എന്തില്ല, ഇനി ഒന്നും ചെയ്യാൻ സാധിക്കൂല എന്ന് പറയുമ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യാം? നമ്മൾ ഗ്രൂപ്പാന്തരം മെസ്സേജ് പോകും, എല്ലാവരും ഒന്ന് പ്രാർത്ഥിക്കണം കേട്ടോ എന്ന് പറഞ്ഞിട്ട്. എന്നാൽ ഒരു പൂർണ്ണമായി തൗഹീദുള്ള ഒരാളാണെങ്കിൽ ആദ്യേ ഡോക്ടറിനെ കാണിക്കുമ്പോൾ തന്നെ ഓൻ്റെ ഉള്ളിലുള്ളത് എന്താ? ഏത് ഡോക്ടറിനെ കാണിച്ചാലും കാര്യം നടത്തേണ്ടത് ആരാ? അള്ളാഹുവാണ്. അപ്പൊ അവനെ സംബന്ധിച്ചിടത്തോളം അത് ഡോക്ടർ എന്നതൊരു കാരണം മാത്രമാണ്. ഫുൾ അവലംബം ആരിലായിരിക്കും? അള്ളാഹുവിലായിരിക്കും എന്നുള്ളതാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം, ഇബ്രാഹിം നബിക്ക് തനിക്ക് മകനെ ലഭിക്കുന്നത് ഏറ്റവും അവസാനത്തെ ഘട്ടത്തിലാണ്. ഇബ്രാഹിം നബിക്ക് ആറ്റുനോറ്റ് പ്രാർത്ഥനയിലൂടെ അവസാനം ലഭിക്കുന്നു. ആ ലഭിച്ച മകനിലേക്ക് ഇബ്രാഹിം നബിയുടെ സ്നേഹം എന്ത് ചെയ്യുന്നുണ്ട്? പോകുന്നുണ്ട്. ചെറിയ രൂപത്തിലെങ്കിലും ഇബ്രാഹിം നബിയുടെ ഹൃദയം മകനുമായി ബന്ധപ്പെടുന്നു. ആ ബന്ധപ്പെടുന്ന സന്ദർഭത്തിലാണ് അള്ളാഹു എന്ത് ചെയ്യുന്നത്? ഇബ്രാഹിം നബിയെ പരീക്ഷിക്കുന്നത്. ഇബ്രാഹിം നബിയെ പരീക്ഷിക്കും. ആ പരീക്ഷണത്തിൽ ഇബ്രാഹിം നബി എന്ത് ചെയ്യുന്നുണ്ട്? വിജയിക്കുന്നുണ്ട്. ആ പരീക്ഷണം എന്തിനു വേണ്ടിയായിരുന്നു? ഹൃദയം ആരുമായി ബന്ധപ്പെടരുത്? സൃഷ്ടികളുമായി ഹൃദയം ബന്ധപ്പെടരുത് എന്ന. അത് സ്വന്തം ഭാര്യയാണെങ്കിൽ പോലും ഭാര്യയുമായി, അതായത് നമ്മുടെ ഹൃദയം ഭാര്യയുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ ആരുടെ അടിമയായി മാറും? ഭാര്യയുടെ അടിമയായി മാറുന്നു. അപ്പൊ നമ്മുടെ ഹൃദയം ബന്ധപ്പെടേണ്ടത് ആരുമായി മാത്രമാണ്? അള്ളാഹുവുമായി മാത്രം. അപ്പോഴാണ് മനസ്സിന് എന്ത് ലഭിക്കുക? ശാന്തിയും സമാധാനവും ലഭിക്കുക. അങ്ങനെ ജീവിക്കുകയാണെങ്കിൽ നമുക്ക് വിഷമങ്ങൾ വളരെ കുറവായിരിക്കും. അതാണ് അള്ളാഹു വിശുദ്ധ ഖുർആനിൽ പറഞ്ഞത്, വലാ തഹിനു വലാ തഹ്സനു വഅൻതുമുൽ അഅലൗന ഇൻ കുൻതും മുഅ്മിനീൻ. നിങ്ങൾ ഈമാൻ ഉള്ളവരാണോ, മുഅ്മിനീങ്ങളാണോ എങ്കിൽ നിങ്ങളാണ് ഏറ്റവും ഉന്നതന്മാരായ ആളുകൾ. അപ്പൊ ഇവിടെ അസ്ഹാബുൽ കഹ്ഫ് അവർ ഗുഹയിലേക്ക് അഭയം പ്രാപിക്കുന്നു. എന്നിട്ട് റബ്ബിനോട് പ്രാർത്ഥിക്കുകയാണ്, റബ്ബേ നീ എന്ത് ചെയ്യണം? കാര്യം നടത്തി തരണം. അതോടൊപ്പം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് ഒരു കാര്യം നടത്താൻ അള്ളാഹു കാരണമില്ലെങ്കിലും ചിലപ്പോൾ എന്ത് ചെയ്യും? കാര്യം അള്ളാഹു നടത്തി തരും. എല്ലാ വാതിലുകളും ചിലപ്പോൾ അടയപ്പെടും. നമ്മൾ ഏത് വാതിലിലൂടെ ഒരു കാര്യം തുറക്കാൻ ശ്രമിച്ചാലും ചിലപ്പോൾ എല്ലാം അടക്കപ്പെട്ടിട്ടുണ്ടാവും. എല്ലാ ആളുകളും നമ്മെ കൈയൊഴിഞ്ഞു. എങ്കിലും ഒരു മുഅ്മിനിന് എന്ത് പോകാൻ പാടില്ല? എന്ത് അവസാനിക്കാൻ പാടില്ല? പ്രതീക്ഷ അവസാനിക്കാൻ പാടില്ല എന്നുള്ളതാണ്. കാരണം റബ്ബ് എന്ത് ചെയ്യും? എല്ലാത്തിനെയും ഭേദിച്ച് റബ്ബ് കാര്യം നടത്തി തരും എന്ന വിശ്വാസം അവനുണ്ടാകണം. അതാണ് മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ചെങ്കടലിലെത്തുന്നു. മൂസാ നബി അവിടെ എത്തി. ഫിർഔനും കൂട്ടരും തൊട്ട് പിന്നിലുണ്ട്. മൂസാ നബിയുടെ കൂടെയുള്ള മുഅ്മിനീങ്ങൾ പറഞ്ഞത് എന്താ? മൂസാ നബിയുടെ കൂടെയുള്ള വിശ്വാസികൾ പറഞ്ഞത് ഇന്നാ ലമുദ്റകൂൻ. അത് തൗക്കീദിട്ടിട്ടാ പറയുന്നത്. അറബി അറിയുന്ന ആളുകൾക്കറിയാം, അവിടെ ഇന്ന എന്ന് പ്രയോഗിച്ചു, അവിടെ നിർത്തിയില്ല, വീണ്ടും ലാമ് കൊടുത്തു, ഉറപ്പ് പിടിക്കപ്പെട്ടു, ഇതിനപ്പുറമില്ല, ഇവിടെ എന്ത് ചെയ്തു? നമ്മൾ കഴിഞ്ഞു എന്നാണ് മുഅ്മിനീങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട ആളുകൾ പറഞ്ഞത്. എന്നാൽ മൂസാ നബിയുടെ മറുപടിയോ, ഖാല ഇന്ന മഅയ റബ്ബി സയഹ്ദീൻ. എൻ്റെ കൂടെ എൻ്റെ റബ്ബുണ്ട്, എൻ്റെ റബ്ബ് എനിക്ക് എന്ത് ചെയ്യും? വഴി കാണിച്ചു തരുന്ന. അതാണ് യഖീനിന്റെ ഏറ്റവും അങ്ങേ തലം എന്ന് പറയുന്നത്. കാരണം എല്ലാ കാരണങ്ങളും നിലച്ചു. ദുനിയാവിലെ എല്ലാ കാരണങ്ങളും അവിടെ നിലക്കാണ്. മുമ്പിൽ കടലാണ്, പിന്നിൽ ശത്രുക്കളാണ്,
കൂടെയുള്ള ആളുകളാണ് നമുക്ക് എപ്പോഴെങ്കിലും ഒരു സമാധാനം നൽകുക. അവരും കൈയൊടിഞ്ഞു. അപ്പോഴും മൂസാ നബി എന്താ പറഞ്ഞത്? എൻ്റെ കൂടെ എൻ്റെ റബ്ബുണ്ട്, ആ റബ്ബ് എനിക്ക് വഴി നടത്തും. അതാണ് ഒരു തൗഹീദുള്ള ആളുടെ മനസ്സിന് ലഭിക്കുന്ന സമാധാനം എന്നാണ്. ആര് കൈയൊഴിഞ്ഞാലും റബ്ബ് കൂടെയുണ്ട് എന്ന വിശ്വാസമാണ് ഒരാളെ എപ്പോഴും വഴി നടത്തുക. അതുകൊണ്ടാണ് നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ നമ്മൾ സമയം ചെലവഴിക്കേണ്ടത് ആ റബ്ബിന് വേണ്ടിയിട്ടാണ്. റമദാൻ ആകുമ്പോൾ മനസ്സിന് ശാന്തി ലഭിക്കുന്നു. എന്നാൽ മറ്റു മാസങ്ങൾക്കില്ലാത്ത ഒരു ശാന്തി റമദാനിനുണ്ട്. എന്തുകൊണ്ട്? കാരണം റമദാനിൽ നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണോ സൃഷ്ടിക്കപ്പെട്ടത് അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? റമദാനിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് എന്നാണ്. വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. ഇബാദത്തിന് വേണ്ടി നമ്മൾ പ്രവർത്തിക്കുന്നു. അതുകൊണ്ട് ആ മാസത്തിൽ വല്ലാത്തൊരു സമാധാനമുണ്ട്. എന്നാൽ മറ്റു മാസത്തിലേക്ക് എത്തുമ്പോൾ നമ്മുടെ ലക്ഷ്യം മാറുന്നു. ആ ലക്ഷ്യം മാറുന്നതിനനുസരിച്ച് എന്തും മാറുന്നു, നമ്മുടെ സമാധാനത്തിന്റെ ക്രമവും മാറിക്കൊണ്ടിരിക്കുന്നു എന്നാണ്. സഹാബാക്കളുടെ ജീവിതം പരിശോധിച്ചു കഴിഞ്ഞാൽ ഇത് വളരെ വ്യക്തമാണ്. അവരുടെ ജീവിതത്തിൽ അവർക്ക് എന്തെങ്കിലും ഒരു അവസരം കിട്ടിക്കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യും? ആ അവസരം ഉപയോഗപ്പെടുത്തുന്ന ആളുകളാണ്. അവസരം ഉപയോഗപ്പെടുത്തുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അത്ഭുതപ്പെട്ടു പോകും. ആ രൂപത്തിലാണ് അവർ അവസരങ്ങളെ കാണുക. സൂറത്ത് അഹ്സാബിലെ 23-ാമത്തെ ആയത്ത്, മിനൽ മുഅ്മിനീന റിജാലുൻ, മുഅ്മിനീങ്ങളുടെ കൂട്ടത്തിൽ ചില ആളുകളുണ്ട്, സദഖു, അവർ സത്യസന്ധത പുലർത്തി, മാ ആഹദുല്ലാ, അള്ളാഹുവിനോട് വെച്ച കരാറ് അവർ കൃത്യമായി പാലിച്ചു എന്ന. അള്ളാഹുവിനോട് പുലർത്തിയ കരാറ് അവർ കൃത്യമായി പാലിച്ചു. ഈ ആയത്തിന് ഒരു അവതരണ പശ്ചാത്തലം ഉണ്ട് എന്നാണ്. അനസുബ്നു നദർ എന്ന് പറയുന്ന അനസുബ്നു മാലിക് റളിയല്ലാഹു അൻഹുവിന്റെ ഉപ്പയുടെ സഹോദരൻ, അദ്ദേഹത്തിന് ബദറിൽ പങ്കെടുക്കാൻ സാധിച്ചിട്ടില്ല. കാരണം നമുക്കറിയാം ബദർ നടന്നത്, ബദർ എന്ന യുദ്ധത്തിന് വേണ്ടിയിട്ടല്ല ആര് പുറപ്പെട്ടത്? സ്വഹാബാക്കളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പുറപ്പെട്ടത്. മറിച്ച് വേറൊരു ലക്ഷ്യത്തിന് വേണ്ടി പുറപ്പെടുന്നു. ഇടയിൽ നിന്ന് എന്ത് ചെയ്യുന്നു? ശത്രുക്കൾ നിർബന്ധപൂർവം യുദ്ധത്തിലേക്ക് വലിച്ചു കൊണ്ടിരുന്നു. അങ്ങനെ യുദ്ധം നടക്കുന്നു. അതുകൊണ്ടാണ് വളരെ കുറച്ച് ആളുകൾ എന്ത് ചെയ്തിട്ടുണ്ടോ? ആ യുദ്ധത്തിൽ പങ്കെടുത്തിട്ടുള്ളൂ. എന്നാൽ ആ യുദ്ധത്തിൽ പങ്കെടുത്തു കഴിഞ്ഞാൽ എന്തുണ്ട് എന്ന് നബി വാഗ്ദാനം കൊടുത്തു? സ്വർഗമുണ്ട് എന്ന് വാഗ്ദാനം കൊടുത്തു. അത് സഹാബാക്കൾക്ക് താങ്ങാൻ സാധിച്ചിട്ടില്ല എന്നാണ്. പ്രത്യേകിച്ചും പങ്കെടുക്കാൻ സാധിക്കാത്ത നബിയുടെ സന്തത സഹചാരികൾക്ക് അവർക്ക് വല്ലാത്ത വിഷമായി. അതിൽ അനസുബ്നു നദർ പറയുന്നുണ്ട്, റസൂലെ, ഞാൻ അള്ളാഹുവിന് കാണിച്ചു കൊടുക്കും. ഇനി ഒരു യുദ്ധം ലഭിക്കുകയാണെങ്കിൽ ഞാൻ അള്ളാഹുവിന് വല്ലാഹിയാണ് ഞാൻ കാണിച്ചു കൊടുക്കും എൻ്റെ സത്യസന്ധത എന്ന് അദ്ദേഹം സത്യം ചെയ്തു പറയുക. അങ്ങനെ ഉഹദ് എത്തുന്നു. ഉഹദിലേക്ക് അദ്ദേഹം പുറപ്പെടുന്നു. ഉഹദിലേക്ക് പുറപ്പെട്ടിട്ട് നമുക്കറിയാം, ഉഹദിന്റെ ആദ്യത്തെ ഘട്ടം എന്നത് മുസ്ലിമീങ്ങൾക്ക് പരാജയം. രണ്ടാമത്തെ ഘട്ടത്തിലാണ് എന്ത് ചെയ്യുന്നത്? ഉഹദ് മുസ്ലിമീങ്ങൾ വിജയിച്ചടക്കുന്നത്. ആ ഉഹദിൽ അദ്ദേഹം ആദ്യത്തെ ഘട്ടത്തിന്റെ പരാജയം അനുഭവിക്കുന്നു. എന്നിട്ട് അദ്ദേഹം അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയാണ്, റബ്ബേ, മുസ്ലിമീങ്ങളുടെ അടുക്കലിൽ നിന്ന് പോരായ്മ ഉണ്ടായിട്ടുണ്ട്, ഞാൻ എന്നോട് തൗബ ചെയ്യുകയാണ്, നീ പുറത്തു തരണം. എല്ലാവരുടെയും പേരിൽ ഞാൻ തൗബ ചെയ്യുന്നു, നീ പുറത്തു തരണം. എന്നിട്ട് മുശ്രിക്കീങ്ങളുടെ വിഷയത്തിലും അവർക്കെതിരെ പ്രാർത്ഥിക്കുന്നു. എന്നിട്ട് അദ്ദേഹം യുദ്ധത്തിന് പുറപ്പെടാൻ. അദ്ദേഹം യുദ്ധത്തിന് ശത്രുപക്ഷത്തേക്ക് അദ്ദേഹം നീങ്ങുന്നു. ആ നീങ്ങുന്ന സന്ദർഭത്തിലാണ് സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹുവിനെ കാണുന്നത്. സഅദ് ബിൻ മുആദിനെ കാണുന്നു. എന്നിട്ട് സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹുവിനോട് അനസ് ബിൻ നദർ പറയുന്ന വർത്താനുണ്ട്, എനിക്ക് സ്വർഗം മണക്കുന്നു എന്ന്. എനിക്ക് ശത്രുക്കളിൽ നിന്ന് എനിക്ക് സ്വർഗം മണക്കുന്നുണ്ട്, ഞാൻ സ്വർഗത്തിന് വേണ്ടി പോരാടാണെന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്തു? അദ്ദേഹം ശത്രുപക്ഷത്തേക്ക് ചെന്നു. അദ്ദേഹം ആ യുദ്ധത്തിൽ ഷഹീദായി എന്ന്. ആ സന്ദർഭത്തിലാണ് ആയത്ത് അവതരിക്കുന്നത്. മിനൽ മുഅ്മിനീന, മുഅ്മിനീങ്ങളുടെ കൂട്ടത്തിലുണ്ട് റിജാലുൻ, ചില മനുഷ്യന്മാരുണ്ട്, സദഖു, അവർ സത്യസന്ധത കാണിച്ചു. എന്തിന്റെ പേരിൽ? എന്തൊരു കരാറാണോ അവർ പാലിച്ചത് അതവർ പുലർത്തിയെന്നാണ്. കാരണം റസൂലിനോട് ബദറിൽ പറഞ്ഞിരുന്നു, ബദർ കഴിഞ്ഞപ്പോൾ പറഞ്ഞിരുന്നു, ഞാൻ ആ സത്യസന്ധത പുലർത്തും. എന്നിട്ട് ഷഹീദുകളുടെ കൂട്ടത്തിൽ ആരൊക്കെ ഷഹീദായി എന്ന് പരിശോധിക്കാൻ. ആ പരിശോധിക്കുന്ന സന്ദർഭത്തിൽ അനസ് ബിൻ നദർ ഉണ്ടെന്നാണ്. 80ഓളം വെട്ടുകളാണ്. 80ഓളം വെട്ടുകളും കുത്തുകളും അദ്ദേഹം ഏറ്റിരുന്നു. അദ്ദേഹത്തിന്റെ ശരീരം കണ്ടിട്ട് ആളുകൾക്ക് തിരിച്ചറിയുന്നില്ല എന്ന്. അങ്ങനെ തിരിച്ചറിയുന്നത് അദ്ദേഹത്തിന്റെ റുബയ്യ എന്ന് പറയുന്ന ഒരു അദ്ദേഹത്തിന്റെ സഹോദരി ഉണ്ട്. ആ സഹോദരി വിരലടയാളത്തിലൂടെയാണ് ഇതെന്റെ സഹോദരനാണ് എന്ന് തിരിച്ചറിഞ്ഞത് എന്ന്. എന്നിട്ട് സഅദ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, റസൂലെ, അദ്ദേഹം സത്യസന്ധത പുലർത്തി, അദ്ദേഹം എന്താണ് പറഞ്ഞത് അത് അദ്ദേഹം ചെയ്തു, എന്നാൽ എനിക്കത് ചെയ്യാൻ പറ്റിയിട്ടില്ലല്ലോ എന്ന് പറഞ്ഞ് അദ്ദേഹം വിഷമിക്കുക. യുദ്ധത്തിന് പുറപ്പെട്ടിട്ട് എനിക്ക് ഷഹീദാകാൻ പറ്റിയിട്ടില്ലല്ലോ എന്ന് പറഞ്ഞ് അദ്ദേഹം ബേജാറാകുന്നു.
എന്നിട്ട് 4-5 വർഷം കഴിഞ്ഞ് പിന്നീട് ഖൈബർ നടക്കുമ്പോൾ ആ ഖൈബറിൽ വെച്ച് സാരമായ പരിക്ക് ബാധിക്കുന്നു. അതിലൂടെയാണ് ആര് മരണപ്പെടുന്നത്? സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹു മരണപ്പെടുന്നത്. ആയത്തിൽ പറയുന്നുണ്ട് വമിൻഹും മൻ ഖദാ നഹ്ബഹു, ചില ആളുകൾ അവരുടെ ജീവിതം കൊടുത്തു എന്ന, സത്യസന്ധത പുലർത്തി അവരുടെ ജീവിതം കൊടുത്തു. എന്നിട്ട് ആയത്തിൽ പറയുന്നത് വമിൻഹും മൻ യൻതദിർ, ചില ആളുകൾ കാത്തു നിൽക്കാനെന്നാണ്. എന്ത്? അവർ അള്ളാഹുവിന് കൊടുത്ത വാഗ്ദാനം അത് പുലർത്താൻ വേണ്ടി ചില ആളുകൾ കാത്തു നിൽക്കുന്നു. വമാ ബദ്ദലു തബ്ദീല, അവർ അവരുടെ കരാറ് ലംഘിക്കുന്ന ആളുകളല്ല എന്ന്. അള്ളാഹു മുനാഫിഖീങ്ങളെയും മുഅ്മിനീങ്ങളെയും വേർതിരിച്ച് പറയുന്നിടത്ത് മുഅ്മിനീങ്ങളുടെ കരാറിന്റെ പ്രത്യേകത എടുത്തു പറഞ്ഞ സന്ദർഭമാണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് എല്ലാ അവസരങ്ങളും നമുക്ക് ഉപയോഗപ്പെടുത്താൻ സാധിക്കേണ്ടതുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല അസ്ഹാബുൽ കഹ്ഫിന്റെ വിഷയത്തിൽ അവർ കഹ്ഫിലേക്ക് അഭയം പ്രാപിക്കുന്നു. എന്നിട്ട് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നു. ഫഖാലു, അവർ പറഞ്ഞു, റബ്ബന, നമ്മുടെ റബ്ബേ, ആതിന, നമുക്ക് നൽകണം, മിൻ ലദുൻക, ആരിൽ നിന്ന്? നിന്നിൽ നിന്ന് നൽകണം, റഹ്മത്തൻ, കാരുണ്യമേകണം. കാരണം ഗുഹയിലാണ് വസിക്കാൻ പോകുന്നത്, വീട്ടിലല്ല, സൗകര്യങ്ങളില്ല, ഒന്നും ഉണ്ടാവുകയില്ല. അള്ളാന്റെ കാരുണ്യം ഉണ്ടെങ്കിലേ അവിടെ എത്തിക്കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ ജീവിക്കാൻ സാധിക്കുള്ളൂ. അപ്പൊ അതുകൊണ്ട് റബ്ബേ, നിന്റെ കാരുണ്യം നൽകണം എന്ന് പറയുന്നു. എന്നിട്ടോ വഹയ്യ ലനാ, വഹയ്യ, നീ ഒരുക്കി തരണം, ലനാ, നമുക്ക്, മിൻ അംരിന, നമ്മുടെ കാര്യത്തിൽ, റഷദൻ, എല്ലാ സൗകര്യങ്ങളും യഥാർത്ഥ മാർഗത്തിലേക്ക്, നേരായ വഴിയിലേക്ക് നമ്മ എന്ത് ചെയ്യണം റബ്ബേ, നീ നടത്തിത്തരണം എന്ന് പറയാം. അപ്പൊ കാരുണ്യം നൽകണം, കാര്യങ്ങളൊക്കെ എളുപ്പമാക്കി തരണം, അതിൻ്റെ ഉള്ളിൽ ഒരു പ്രയാസവുമില്ലാത്ത മുന്നോട്ട് പോകാൻ സാധിക്കണം റബ്ബേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കണം. അത് നമുക്ക് നമ്മുടെ ജീവിതത്തിലും അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാൻ പറ്റിയ ഒരു പ്രാർത്ഥനയാണ്. അള്ളാഹുവേ ആതിനാ മിൻ ലദുൻക റഹ്മ, നിന്നിൽ നിന്ന് റഹ്മത്ത് നൽകണം. അത് മാത്രം പോരാ റബ്ബേ, വഹയ്യ ലനാ മിൻ അംരിനാ റഷദ, ഞാൻ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം എനിക്കൊരു സൗകര്യവും എന്നെ നേർമാർഗത്തിലേക്ക് നയിക്കുകയും ചെയ്യണം റബ്ബേ എന്ന് പറയാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രാർത്ഥനയുടെ കൂട്ടത്തിൽ എടുത്തു പറയുന്ന ഒരു പ്രാർത്ഥനയാണ് അല്ലാഹുമ്മ, അല്ലാഹുവേ, അഹ്സിൻ ആഖിബതനാ ഫിൽ ഉമൂരി കുല്ലിഹാ, എല്ലാ കാര്യങ്ങളിലും റബ്ബേ അവസാനം നല്ലതാക്കണേ എന്ന്. ഏറ്റവും നല്ല അവസാനം, പര്യവസാനം നൽകണം. ഫിൽ ഉമൂരി കുല്ലിഹാ, എല്ലാ കാര്യത്തിലും. വഅജിർനാ മിൻ ഖിസി ദുനിയാ വഅദാബിൽ ആഖിറ, ആഖിറത്തിന്റെ ശിക്ഷയിൽ നിന്നും ദുനിയാവിന്റെ ശിക്ഷയിൽ നിന്നും, ദുനിയാവിന്റെ നിന്ദ്യതയിൽ നിന്നും റബ്ബേ ഞങ്ങളെ കാത്തോളണം റബ്ബേ എന്ന് പ്രാർത്ഥിക്കാം. അപ്പൊ നമ്മളെപ്പോഴും പ്രാർത്ഥിക്കേണ്ട ഒരു പ്രാർത്ഥനയിൽ പെട്ടതാണ്. പ്രത്യേകിച്ചും ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവിതം പോലെ പ്രധാനമാണ് എന്ത്? അവന്റെ മരണം, അവൻ എങ്ങനെ അവന്റെ അവസാന സന്ദർഭം കൈകാര്യം ചെയ്യപ്പെടുന്നു എന്നത്. കാരണം ആദ്യമൊക്കെ റെഡിയായി, ആദ്യ അവസരത്തിൽ അവൻ വളരെ കൃത്യമായി പോയ വ്യക്തിയാണെങ്കിലും അവസാനത്തിൽ പഴിച്ചാലോ, കഴിഞ്ഞു. അവസാനത്തിൽ അവന്റെ വിശ്വാസം നഷ്ടപ്പെട്ടാൽ അവൻ നരകത്തിലാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നുണ്ട്, പിശാചിനൊരു റാഞ്ചി എടുക്കലുണ്ട് എന്ന്. അവസാന സമയത്ത് പിശാച് എന്ത് ചെയ്യും? അവന് വിശ്വാസത്തിൽ നിന്ന് തെറ്റിക്കാൻ പരിശ്രമിക്കും. കാരണം പിശാചിനെ സംബന്ധിച്ചിടത്തോളം ഇത് അവസാനത്തെ സമയം, അവസാനത്തെ സാധ്യത. ആ സാധ്യതയിൽ പിശാച് വിജയിച്ചാൽ വിജയിച്ചു. അപ്പൊ അതിനുവേണ്ടി പരിശ്രമിക്കും എന്നാണ്. അതുകൊണ്ട് അല്ലാഹുമ്മ അഹ്സിൻ ആഖിബതനാ ഫിൽ ഉമൂരി കുല്ലിഹാ, എല്ലാ കാര്യത്തിലും റബ്ബേ അവസാനം നന്നാക്കണം എന്ന് പ്രാർത്ഥിച്ചു കൊണ്ടേയിരിക്കണം എന്ന്. ഇനി അസ്ഹാബുൽ കഹ്ഫിന്റെ ചരിത്രത്തിലേക്ക് വരികയാണെങ്കിൽ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയാം, റോമ എന്ന് പറയുന്ന പട്ടണം, ആ പട്ടണത്തില് ദിഖ്യാനൂസ് എന്ന് പറയുന്ന രാജാവ് ഉണ്ടായിരുന്നു എന്നാണ്. അദ്ദേഹത്തിന് അഫ്സൂസ് എന്നും എന്ത് ചെയ്യുന്നുണ്ട്? ആ പട്ടണത്തിന്, റോമിലെ പട്ടണത്തിന്റെ പേര് അഫ്സൂസ് എന്നാണ്, രാജാവിന്റെ പേര് ദിഖ്യാനൂസ് എന്നാണ്. അപ്പൊ ഇത് ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ കാലഘട്ടത്തിലാണ് സംഭവം നടക്കുന്നത് എന്നാണ് ചരിത്രകാരന്മാർ പറയുന്നത്. അപ്പൊ അദ്ദേഹം എന്ത് ചെയ്തു? ഈ ദിഖ്യാനൂസ് എന്ന് പറയുന്ന രാജാവ്, നിങ്ങൾ എന്ത് ചെയ്യണം? വിഗ്രഹത്തെ ആരാധിക്കണം, വിഗ്രഹത്തിന് സുജൂദ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ആ സമയത്ത് വകാന ബിഹാ സബ്അതു അഹ്ദാസിൻ യഅബുദൂന സിർറൻ, 7 ആളുകൾ രഹസ്യമായി ആരാധിക്കുന്ന ആളുകളുണ്ട് ആ സന്ദർഭത്തിൽ. അവരുടെ ആരാധന വളരെ രഹസ്യമായിട്ടാണ്. അപ്പൊ ഇത് ആരുടെ അടുക്കലേക്ക് എത്തി? ഈ രാജാവിന്റെ അടുക്കലേക്ക് എത്തി. അവരാകെ പേടിച്ചു, രാജാവ് എന്തെങ്കിലും ചെയ്യുമെന്നൊക്കെ പറഞ്ഞ് അവർ പേടിച്ചു. അപ്പൊ ആ സമയത്ത് രാജാവ് എന്ത് പറയുന്നുണ്ട്? രാജാവ് പറയുന്നുണ്ട്, അതായത് നിങ്ങൾ സൂക്ഷിക്കണം, നിങ്ങൾ എന്ത് ചെയ്യരുത്, നിങ്ങൾ ഈ രൂപത്തിൽ വേറിട്ട് ഇബാദത്ത് ചെയ്യുന്ന അവസ്ഥ ഉണ്ടാകരുത് എന്നൊക്കെ പറയും. അങ്ങനെ അവരെന്ത് ചെയ്യും? അവർ പേടിച്ചോടും. രാജാവ് എന്തെങ്കിലും ചെയ്യുമെന്ന് വിചാരിച്ചിട്ട്
അവർ പേടിച്ച് ഓടും. ആ ഓടുന്ന സമയത്ത് അവരുടെ കൂടെ ആരും വരും? നായയുണ്ടാകും, ഒരു റായി മേക്കുന്ന ഒരാളും കൂടി ഉണ്ടാകുന്നതാണ്. അങ്ങനെ ഇവരൊക്കെ എന്ത് ചെയ്യും? രാജാവിനെ പേടിച്ച്, രാജാവിന്റെ അടുക്കൽ ഇവരുടെ വാർത്ത എത്തി എന്നൊക്കെ തിരിച്ചറിഞ്ഞ് പേടിച്ച് എന്ത് ചെയ്യും? ഗുഹയിലേക്ക് പോകും എന്നാണ് ചരിത്രത്തിലെ ഒരു റിപ്പോർട്ട്. ഇവർ പോയി എന്നറിഞ്ഞപ്പോൾ, ഇവരെന്ത് ചെയ്യുന്നുണ്ട്? ഗുഹയിലേക്ക് ഒളിച്ചോടുന്നുണ്ട് അറിഞ്ഞപ്പോൾ ബാക്കിൽ എന്ത് ചെയ്തു? രാജാവിന്റെ ആളുകൾ വന്നു. അങ്ങനെ രാജാവിന്റെ ആളുകൾ വന്ന സമയത്ത് എന്ത് ചെയ്തു? അവിടെ ആ രാജാവ് പറഞ്ഞു, എന്തായാലും അവർ ഗുഹയിലേക്ക് പോയല്ലോ, നിങ്ങൾ എന്ത് ചെയ്യും? അതിന്റെ പുറം ഭാഗം നിങ്ങൾ കല്ല് കൊണ്ട് മൂടിക്കള, അവർക്ക് എന്ത് ചെയ്യാൻ പറ്റണ്ട, വരാൻ പറ്റാത്ത രൂപത്തിലാക്കണം എന്ന് പറഞ്ഞു. അപ്പൊ ഇതാണ് ഒരു ചരിത്ര റിപ്പോർട്ട്. അപ്പൊ ഈ ചരിത്ര റിപ്പോർട്ടിൽ നമുക്ക് മനസ്സിലാക്കുന്നത്, അതായത് ഈ വിഷയത്തിൽ പല ചരിത്ര റിപ്പോർട്ടുകളും ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. അതിൽ ചുരുക്കി നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അസ്ഹാബുൽ കഹ്ഫ് എന്ന ആളുകൾ ഉണ്ടായിരുന്നു. അവരുടെ സമൂഹത്തിനെതിരെ വിശ്വാസത്തിൽ നിലകൊണ്ട ആളുകളാണ് എന്നതാണ് ചുരുക്കി നമ്മൾ മനസ്സിലാക്കേണ്ടത്. രാജാവിന്റെ പേര്, കാലത്തിന്റെ പേരിലൊക്കെ എന്തുണ്ട്? അഭിപ്രായ വ്യത്യാസമുണ്ട്. ആ സംഭവത്തിന്റെ വിഷയത്തിലും അഭിപ്രായ വ്യത്യാസമുണ്ട്. ഒന്നാമത്തെ ചരിത്ര റിപ്പോർട്ടിൽ ഇത്രേ പറയുന്നുള്ളൂ: 7 ആളുകൾ രഹസ്യമായി ആരാധിക്കുന്നു. അവരുടെ വിഷയം ആർക്കെത്തും? രാജാവിലേക്കെത്തും. രാജാവ് സൈന്യത്തെ അയക്കും ഇവരെ പിടിച്ചെടുക്കാൻ വേണ്ടി. ഇവർ ഭയപ്പെട്ടിട്ട് എന്ത് ചെയ്യും? ഓടും. ഇതാണ് ഒരു റിപ്പോർട്ട്. രണ്ടാമത്തെ റിപ്പോർട്ടിൽ പറയുന്നത്, കാനു ഫീ ദീനി മലികിൻ യഅബുദുൽ അസ്നാമ വയസ്ബഹു ലഹാ വയക്ഫുറു ബില്ലാഹ് വഖദ് താബഅഹു അലാ ദാലിക അഹ്ലുൽ മദീന ഫവഖഅ ലിൽ ഫിത്യതി ഇൽമുൻ മിൻ ബഅദിൽ ഹവാരിയീൻ. രാജാവ് ശിർക്ക് ചെയ്യുന്ന, കുഫ്റിനെ പ്രോത്സാഹിപ്പിക്കുന്ന ആളാണ്. അന്ന് കുറച്ച് ആളുകൾ അവിടെ നിലവിലുണ്ട്. ആ ആളുകളും രാജാവിന്റെ കൂടെ തന്നെ പോകുന്ന ആളുകളാണ്. പക്ഷെ എന്ത് ചെയ്തു? അവർക്ക് മറ്റു ചില ആളുകളിൽ നിന്ന് അറിവ് കിട്ടി, രാജാവ് ചെയ്യുന്നത് ശരിയല്ല, രാജാവ് ചെയ്യുന്നത് തെറ്റാണ്, ഇതിന്റെ പിന്നിൽ പോകാൻ പാടില്ല എന്ന അറിവ് കിട്ടി. അങ്ങനെ എന്ത് ചെയ്തു? അവര് രാജാവ് ചെയ്യുന്നതും നാട്ടിലെ ആളുകൾ ചെയ്യുന്നതൊക്കെ നോക്കിയപ്പോൾ മനസ്സിലായി, ഇതെന്തല്ല, ഇത് യഥാർത്ഥ ദീനല്ല എന്ന് അവർക്ക് മനസ്സിലായി എന്നാണ്. അങ്ങനെ അവരെന്ത് വിചാരിച്ചു? അതിൽ നിന്ന് ഒഴിവാകാൻ വിചാരിച്ചു. അങ്ങനെ അവർ അതിൽ നിന്ന് ഒഴിവായി. ആ ഒഴിവായ സന്ദർഭത്തിലാണ് രാജാവിന്റെ അടുക്കിലേക്ക് ഈ വാർത്ത എത്തുന്നു. രാജാവ് ഫസ്തഅ്വറഹുൽ മലികു ഇലാ മജ്ലിസിഹി വഅമറഹും ബിത്തിബാഇ ദീനിഹി വദ്ദബ്ഇ ലിആലിയതിഹി വതവഅദഹും അലാ ഫിറാഖി ദാലിക ബിൽ ഖത്ൽ. ആ സമയത്ത് രാജാവ് പേടിപ്പിച്ചു, നിങ്ങൾ എന്ത് ചെയ്യണം? സ്വീകരിക്കണം, ഞാൻ പറയുന്ന മതം സ്വീകരിക്കണം, അള്ളാഹു അല്ലാത്തവരിലേക്ക് നിങ്ങൾ ആരാധനകൾ അർപ്പിക്കണം, നിങ്ങൾ ദബ്ഹ് ചെയ്യണം, അറുക്കണം എന്നൊക്കെ പറഞ്ഞു. ആ സമയത്ത് ഈ യുവാക്കൾ എന്ത് ചെയ്തു? റബ്ബുനാ റബ്ബുസ് സമാവാതി വൽ അർദ്, ഞങ്ങളുടെ റബ്ബ് ആകാശഭൂമികളുടെ റബ്ബാണ് എന്നവർ അവിടെ വെച്ച് പ്രഖ്യാപിക്കാൻ. ആ സമയത്ത് രാജാവ് എന്ത് ചെയ്തു? ഇവർ യുവാക്കളാണ്. രാജാവ് പറഞ്ഞു, ഇന്നക്കും ശുബ്ബാൻ അഅ്മാറുൻ ലാ ഉഖൂല ലക്കും, നിങ്ങൾ യുവാക്കളാണ്, നിങ്ങൾക്ക് വലിയ ബുദ്ധിയൊന്നും ചെയ്തിട്ടില്ല, ബുദ്ധി ഉദിച്ചിട്ടില്ല, കുറച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? നിങ്ങൾ ആലോചിച്ച് ഒരു തീരുമാനം എടുക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ അവരെന്ത് ചെയ്തു? അവർ കൂടിയിരുന്നിട്ട് അവരെന്ത് ചെയ്തു? ദീനം കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? ഈ നാട്ടിൽ നിന്ന് പോകാം എന്ന് വിചാരിച്ചു. അങ്ങനെ അവരുടെ കൂട്ടത്തിൽ ഒരാൾ പറയാം, ഇന്ന ഒരു മലയിൽ ഒരു ഗുഹയുണ്ട്, നമുക്ക് അവിടെ പോയിട്ട് എന്ത് ചെയ്യാം? അഭയം പ്രാപിക്കാം എന്ന് പറഞ്ഞു. അങ്ങനെ അവർ പോകുന്ന സന്ദർഭത്തിൽ പ്രത്യേകിച്ചും ആളുകൾ മനസ്സിലാക്കാൻ പറ്റൂല, ആളുകൾക്ക് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും എന്ത് ചെയ്യും? രാജാവിന്റെ സന്നിധിയിലേക്ക് തന്നെ ഇവർ പോകേണ്ടി വരും. അപ്പൊ ഇവര് പോകുന്ന സമയത്ത് കളിച്ചുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? പോകുന്നത് എന്നാണ്, അറിയാതിരിക്കാൻ വേണ്ടി. അപ്പൊ ഇതാണ് അസ്ഹാബുൽ കഹ്ഫിന്റെ 2 റിവായത്തുകൾ മാത്രമേ നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളൂ. അപ്പൊ ഏതാണെങ്കിലും നമ്മൾ മനസ്സിലാക്കേണ്ടത്, അങ്ങനെ ഒരു സമൂഹം ഉണ്ടായിരുന്നു. കാലഘട്ടത്തിൽ എന്തുണ്ട്? ഒരു അഭിപ്രായ വ്യത്യാസമുണ്ട്. അതേപോലെ തന്നെ ഞാൻ പറഞ്ഞല്ലോ, 2 റിവായത്തിലും 2 രൂപത്തിലാണ് എന്ത് ചെയ്തിട്ടുള്ളത്? വന്നിട്ടുള്ളത്. എന്നാൽ സംഭവം സ്ഥിരപ്പെട്ട സംഭവമാണ്. അസ്ഹാബുൽ കഹ്ഫ് ഉണ്ട്, അവർ ഗുഹയിലാണ് താമസിച്ചത്, അള്ളാഹു ആണ് എന്ത് ചെയ്തത്? അവരെ ഉറക്കിക്കിടത്തിയത് എന്നൊക്കെ ഉണ്ട്. ഇനി അവിടെ എങ്ങനെയാണ് ഈ നായ അവരിലേക്ക് കടന്നു വന്നത് എന്ന് ചരിത്രത്തിൽ പറയുന്നിടത്ത്, അവര് പോകുന്ന സമയത്ത് എന്ത് ചെയ്തു? ഒരു മേയുന്ന ഒരാളെ കണ്ടു. അപ്പൊ അവന്റെ കൂടെ എന്തുണ്ട്? ഒരു നായയുണ്ട്. അപ്പൊ ഇവർ 2 പേരും എന്ത് ചെയ്തു? ഇവരുടെ കൂടെ കൂടി എന്നാണ് ചരിത്രത്തിൽ പറയുന്നത്. സാധാരണ ചില ചോദ്യങ്ങളൊക്കെ വരാറുണ്ട്, ഈ നായയുടെ പേരെന്താണ് എന്നത്. ചില ക്വിസ് മത്സരത്തിലൊക്കെ അസ്ഹാബുൽ കഹ്ഫിന്റെ കൂടെ പോയ നായയുടെ പേരെന്ത്? ഷെയ്ഖ് ഫൗസാൻ ഹഫ്ളഹുള്ളയോട് ഒരിക്കൽ ചോദിക്കപ്പെടുന്നുണ്ട്. അതായത് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം വരുമല്ലോ, ദജ്ജാലിനെ വധിക്കാൻ വേണ്ടി ഈസാ നബി വരും. എന്നിട്ട് ഈസാ നബിയുടെ ഭരണമായിരിക്കുന്ന, അതായത് യഹൂദികളൊക്കെ ഒളിക്കും ഓരോ മരത്തിന്റെ പിന്നിൽ, യഹൂദികളൊക്കെ കൊല്ലും, പന്നി എന്ന് പറയുന്ന മൃഗത്തൊക്കെ കൊല്ലും, കുരിശൊക്കെ തകർക്കപ്പെടും, മുസ്ലിമീങ്ങൾ മാത്രമായിരിക്കും പിന്നെ ഉണ്ടാകുക. അപ്പൊ ഷെയ്ഖ് ഫൗസാനോട് ചോദിക്കുന്നത്,
അല്ല, ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം വരുമ്പോൾ ഈസാ നബി കല്യാണം കഴിക്കുമോ, ഈസാ നബിക്ക് മക്കൾ ഉണ്ടാകുമോ എന്നൊക്കെയാണ് ചോദിക്കുന്നത്. അപ്പൊ ഷെയ്ഖ് ഫൗസാൻ മറുപടി കൊടുക്കുന്നത് അത് ഞാൻ പങ്കെടുക്കാത്തൊരു കല്യാണമാണ്, ഇനി ഞാൻ പങ്കെടുക്കുകയാണെങ്കിൽ എന്ത് ചെയ്യാം, നിനക്ക് ഞാൻ അറിയിച്ചു തരാം എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യും, മറുപടി കൊടുക്കുന്ന ഒരു താബിഈ പണ്ഡിതനോട് ഇതേപോലെ ചോദിച്ചു എന്നാണ്, പിശാച്ചിന് ഭാര്യയുണ്ടോ, ആ ഭാര്യക്ക് മക്കളുണ്ടോ? അപ്പോൾ അദ്ദേഹം ഇതേ മറുപടിയാണ് എന്ത് ചെയ്തത്, കൊടുത്തത് എന്ന്. അപ്പൊ ചോദ്യങ്ങൾ ആവശ്യത്തിന് ചോദിക്കുക എന്നുള്ളതാണ്. ആ നായയുടെ പേരറിഞ്ഞിട്ട് നമുക്ക് എന്തില്ല, ഒന്നും ലഭിക്കാനില്ല. പക്ഷെ ചരിത്രത്തിൽ എന്ത് ചെയ്തിട്ടുണ്ട്, ഞാൻ പറഞ്ഞല്ലോ, ചരിത്രമാകുമ്പോൾ പല റിവായത്തുകളും വരും, പല റിപ്പോർട്ടുകൾ വരും, പേര് പറയപ്പെട്ടിട്ടുണ്ട്. നായയുടെ പേരായി പറയപ്പെടുന്നത് ഹുംറാൻ എന്നാണ്. ഒന്നുകിൽ ഹുംറാൻ എന്നാണ്, അല്ലെങ്കിൽ കിത്തുമീർ എന്നാണ് നായയുടെ പേരായി പറയപ്പെടുന്നത്. ഇനി ഈ പറയുന്ന അസ്ഹാബുൽ കഹ്ഫിന്റെ പേരിന്റെ വിഷയത്തിൽ അങ്ങനെയാണ്, ഒക്കെ അജമി അറബി പേരുകളല്ല, അനറബി പേരുകളാണ്. അതിൽ ഒരാളുടെ പേരായി പറയുന്നത് മക്സൽ മീന എന്നാണ് ഒരാളുടെ പേര്. അപ്പൊ ഇതുപോലത്തെ ഒരു സാമ്യതയുള്ള പേരുകളാണ് മറ്റുള്ള ആളുകൾക്കും ഉള്ളത്. അപ്പൊ ഏതായാലും അത് എന്തല്ല, അത്ര പ്രാധാന്യം അർഹിക്കുന്ന വിഷയമല്ല. നമുക്ക് ആ ഖിസ്സ, ആ കഥയിൽ നിന്ന് ഒരുപാട് ഗുണപാഠങ്ങളുണ്ട്, അത് ഉൾക്കൊള്ളുക എന്നതാണ്. അപ്പൊ ഇതാണ് 10ാമത്തെ ആയത്തിന്റെ അർത്ഥമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇനി 11ാമത്തെ ആയത്ത്, فضربنا على آذانهم في الكهف سنين عددا فضربنا على آذانهم في الكهف سنين عددا فضربنا على آذانهم. ضربنا എന്നതുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് അള്ളാഹു അടച്ചു എന്നാണ്. എന്താണ് അടച്ചത്? അല ആദാനിഹിം, അവരുടെ ചെവിയിലേക്ക് വരുന്ന ശബ്ദങ്ങൾ എന്തൊക്കെയുണ്ടോ അതൊക്കെ എന്ത് ചെയ്തു, അള്ളാഹു അടച്ചു. അതായത് അവർക്ക് കേൾക്കാൻ പറ്റാത്ത രൂപത്തിൽ അള്ളാഹു സംവിധാനിച്ചു എന്ന്. ഫദറബ്നാ അലാ ആദാനിഹിം ഫിൽ കഹ്ഫി, എവിടെ? ആ ഗുഹയിൽ വെച്ചു. അപ്പൊ അവിടെ ഉദ്ദേശം എന്താ? ചെവി അടച്ചു എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ? ചെവി അടച്ചു വെക്കുക എന്നത് മാത്രമാണോ? അതായത് ഉറക്കി എന്നാണ് ഉദ്ദേശിക്കപ്പെടുന്നത്. അവരെന്ത് ചെയ്തു? അള്ളാഹു ഉറക്കി. അപ്പൊ ഉറക്കി എന്ന് പറയാതെ വേറെ രൂപത്തിൽ പറഞ്ഞു. അത് ഖുർആനിന്റെ ഫസാഹത്താണെന്നാണ്, ഖുർആനിന്റെ ഭാഷയിലുള്ള ശുദ്ധിയാണ് എന്ന് ഭാഷാ പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതായത് ഉറക്കത്തിന് ഏത് അവയവുമായിട്ടാണ് ഏറ്റവും കൂടുതൽ ബന്ധമുള്ളത്? ചെവിയുമായിട്ടാണ്. നമ്മളെ കണ്ണ്, ചില ആളുകൾ ഉറങ്ങുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, കണ്ണ് തുറന്നിട്ടുണ്ടാവും, എന്നാൽ നല്ല ഉറക്കത്തിലായിരിക്കും, നമുക്ക് അറിയുന്നതന്നെ ഉണ്ടാവില്ല. അപ്പൊ ചെവിക്കാണ് ഉറക്കവുമായിട്ട് നല്ല ബന്ധമുള്ളത്. ആരെങ്കിലും നമ്മൾ ഉറങ്ങുന്ന സമയത്ത് നമ്മുടെ മുമ്പിൽ വന്നിട്ട് എന്തെങ്കിലും കളിച്ചാൽ നമുക്ക് എന്തെങ്കിലും മനസ്സിലാകുമോ? ഒന്നും മനസ്സിലാവില്ല. ഇനി വിളിച്ചാലേ എന്ത് ചെയ്യുള്ളൂ, നമുക്ക് മനസ്സിലാവുള്ളൂ. എന്തെങ്കിലും ഒരു ശബ്ദം എന്ത് ചെയ്യണം, കേൾക്കണം. അപ്പൊ അവരെ ഉറക്കിക്കിടത്തണമെങ്കിൽ ആദ്യം എന്ത് ചെയ്യണം? ചെവിയുടെ കേൾക്കുന്ന ആ കേൾവി എന്ന് പറയുന്നതിനെ ഇല്ലാതാക്കണം. അപ്പൊ അതെന്ത് ചെയ്തു? അത് അള്ളാഹു സംവിധാനിച്ചു എന്നാണ്. ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നുണ്ട്, സുബ്ഹിക്ക് എഴുന്നേൽക്കാത്ത ആളുകളെ കുറിച്ച് എന്താ നബി പറഞ്ഞത്? എന്ത് ചെയ്തു എന്നാണ്? അവരുടെ ചെവിയിൽ ആര് വന്ന് എന്ത് ചെയ്തു? പിശാച് വന്നു ചെവിയിലാണ് എന്ത് ചെയ്തത്? മൂത്രയിച്ചത്. ചെവി അവിടെ എന്ത് ചെയ്തു? ഒന്നും കേൾക്കാത്ത അവസ്ഥയിലായി. പിന്നെന്ത് ചെയ്തു? ഓനക്ക് എഴുന്നേൽക്കാൻ പറ്റണില്ല. എന്നാ പറഞ്ഞത്. അവിടെയും ചെവിയുമായി ബന്ധപ്പെട്ടിട്ടാണ് ഹദീസിലും പറഞ്ഞിട്ടുള്ളത്. അത് മാത്രമല്ല, ഒരു കുട്ടിയെ പരിശോധിച്ചു കഴിഞ്ഞാൽ നമ്മൾ എപ്പോഴും പറയാറുണ്ട്, ആദ്യം കുട്ടിക്ക് കേൾക്കുക ചെയ്യാം, എന്തല്ല കാണല്ല ചെയ്യുക. ഒരു 3 മുതൽ 10 ദിവസം വരെ ഒന്നും കാണൂല എന്നാണ്, കേൾവിയാണ് കൂടുതലായിട്ട് ഉണ്ടാവുക. അതുകൊണ്ട് അറിവിന്റെ ആദ്യത്തെ കേന്ദ്രം എന്ന് പറയുന്നത് അത് ചെവിയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. വല്ലാഹു അഖ്റജകും മിൻ ബുതൂനി ഉമ്മഹാതികും ലാ തഅലമൂന ശൈഅ, നിങ്ങളുടെ ഉമ്മയുടെ ഉദരത്തിൽ നിന്ന് നിങ്ങളെ പുറത്തു കൊണ്ടുവന്നത് നിങ്ങൾ ഒന്നും അറിയാത്ത ആളുകളെ പോലെയാണ്. എന്നിട്ടോ വജഅല ലകുമുസ് സമഅ, നിങ്ങൾക്ക് അല്ലാഹു കേൾവിയെ സംവിധാനിച്ചു എന്നാണ് ആദ്യം പറഞ്ഞത്. എന്നിട്ടാണ് വൽ അബ്സാറ വൽ അഫ്ഇദത ലഅല്ലകും തഷ്കുറൂൻ, നിങ്ങൾ അല്ലാഹുവിന് ശുക്റുകൾ അർപ്പിക്കുന്ന ആളുകളാകാൻ വേണ്ടിയിട്ടാണ്. എത്ര വർഷം? ഫദറബ്നാ അലാ ആദാനിഹിം ഫിൽ കഹ്ഫി സിനീന, വർഷങ്ങൾ, അദദ, ഒരുപാട്. അദദ് എന്ന് പറഞ്ഞാൽ ഒരുപാട്, സിനീന വർഷങ്ങൾ, ഒരുപാട് വർഷങ്ങൾ അള്ളാഹു ഉറക്കിക്കിടത്തിയെന്ന. അപ്പൊ ഇവിടെ വർഷം പറഞ്ഞിട്ടില്ല, വർഷം എത്രയെന്ന് പറഞ്ഞിട്ടില്ല. അതായത് ആദ്യത്തെ ഒരു 2-3 ആയത്തുകളിൽ
വളരെ ചുരുക്കിയിട്ട് എന്ത് ചെയ്യാണ് അസ്ഹാബുൽ കഹ്ഫിനെ കുറിച്ച് പറയാം. എന്നിട്ട് അത് വിശദമായിട്ട് അള്ളാഹു എന്ത് ചെയ്യുന്നുണ്ട്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പൊ അതിലെ അസ്ഹാബുൽ കഹ്ഫിനെ കുറിച്ച് പറയുന്ന 3-ാമത്തെ ആയത്താണിത്. 4-ാമത്തെ ആയത്തും കഴിഞ്ഞ് 5-ാമത്തെ ആയത്ത്, അതായത് 13-ാമത്തെ ആയത്തിലാണ് എന്ത് ചെയ്യുന്നത്, അവരുടെ ചരിത്രം വിശദമായി പറഞ്ഞു തുടങ്ങുന്നത്. അപ്പൊ എത്ര വർഷമാണ് അസ്ഹാബുൽ കഹ്ഫ് ആ ഗുഹയിൽ താമസിച്ചത്? വിശുദ്ധ ഖുർആനിൽ തന്നെ പറയുന്നുണ്ട്, വലബിഥു ഫീ കഹ്ഫിഹിം 300 സിനീന വസ്ദാദു 309 വർഷം. 309 വർഷം ചെയ്തു അവര് താമസിച്ചു എന്നാണ്. അപ്പൊ ഇതാണ് അവര് താമസിച്ച കാലയളവ്. അപ്പൊ ആ താമസിച്ചു 300 വർഷത്തിലധികം താമസിച്ചു എന്ന് പറയുമ്പോൾ അതെന്തിനു കൂടിയുള്ള തെളിവാണ്? കറാമത്തിനുള്ള തെളിവാണ്. കറാമത്തുകൾ സംഭവിക്കും എന്നതിന് തെളിവാണ്. കറാമത്തുകൾ ആർക്കാ സംഭവിക്കുക? അമ്പിയാക്കൾക്കല്ല, ഔലിയാക്കൾക്കാണ്. ഇനി ആരാ വലിയെന്ന് പറഞ്ഞാൽ ആരാ? അള്ളാഹുവിലേക്ക് ഏറ്റവും അടുത്ത വ്യക്തി. അതായത് മനിത്തഖല്ലാഹ, ആരെങ്കിലും ഒരാൾ അള്ളാഹുവിനെ സൂക്ഷിക്കുന്നുണ്ടെങ്കിൽ അവനാണ് ആര്? വലിയ എന്ന്. അവനാണ് വലിയ. അപ്പൊ അള്ളാഹിനെ സൂക്ഷിക്കാന്ന് പറയുമ്പോൾ മുഅ്മിനീങ്ങൾ 3 രൂപത്തിലാണ്. മുഅ്മിനീങ്ങൾ നമുക്ക് 3ആയി തരംതിരിക്കാൻ സാധിക്കും. വിശുദ്ധ ഖുർആനിൽ അത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. സൂറത്തു ഫാത്തിറിലാണ് അത് അള്ളാഹു വിവരിക്കുന്നത്. 1-ാമത്തെ വിഭാഗം ആളുകൾ ളാലിമുൻ ലിനഫ്സിഹി, അത് നമ്മളൊക്കെ മുഅ്മിനീങ്ങളാണ്, മുസ്ലിമീങ്ങളാണ് എന്ന് പറയുന്ന ആളുകളാണ്. നമ്മൾ ഇതിൽ ഏത് കാറ്റഗറിയിലാണ് ഉള്ളത് എന്ന് നമ്മൾ തന്നെ ഒന്ന് പരിശോധിച്ച് നോക്കണം. 1-ാമത്തേത് ളാലിമുൻ ലിനഫ്സിഹി, സ്വന്തം നഫ്സിനോട് അക്രമം ചെയ്യുന്ന ആളാണെന്ന്. മുഅ്മിനാണ്, മുസ്ലിമാണ്, പക്ഷെ സ്വന്തം നഫ്സിനോട് അക്രമം ചെയ്യുന്നു. അതാരാണ് എന്ന് വിശദീകരിച്ചുകൊണ്ട് ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി പറയുന്നത്, വാജിബുകൾ ചെയ്യുന്നു എന്നാൽ ഹറാമുകളും ചെയ്യുന്നു. വാജിബുകൾ ചെയ്യുന്നുണ്ട് എന്നാൽ ഹറാമും ചെയ്യുന്നുണ്ട്. ഓനാണ് മുസ്ലിമീങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും താഴ്ന്നവൻ. ഏറ്റവും താഴ്ന്നവൻ വാജിബുകൾ ചെയ്യുന്നു, അതോടൊപ്പം ഹറാമും ചെയ്യുന്നു. രണ്ടാമത്തെ ദറജ, 2-ാമത്തെ ക്വാളിറ്റി എന്നുള്ളത് മുഖ്തസിദാണ്. അവൻ വാജിബുകൾ ചെയ്യുന്നു, ഹറാമുകൾ ചെയ്യുന്നില്ല, സുന്നത്തുകളും ചെയ്യുന്നില്ല. വാജിബുകളുടെ വിഷയത്തിൽ വളരെ കണിശത ഉണ്ടാവും. ചില ആളുകൾ നിങ്ങൾ പരിശോധിച്ച് അങ്ങനെയുള്ള ആളുകൾ ഉണ്ടാവും. നിസ്കാരത്തിന്റെ വിഷയത്തിലൊക്കെ വളരെ കണിശായിരിക്കും, പ്രത്യേകിച്ചും ഫർദ് നിസ്കാരത്തിന്റെ വിഷയത്തിൽ. ബാങ്ക് കൊടുത്ത എന്തുണ്ടാവും? പള്ളിയിലുണ്ടാവും. സക്കാത്തിന്റെ വിഷയം ഫർലായി കൊടുക്കാനുള്ളത് അത് കൊടുക്കും. സുന്നത്തായി ഫർലായി നോക്കാനുള്ള നോമ്പ് അതും അവരെന്തെയും കൃത്യമായി നോക്കും. ഇനി ഹജ്ജിന് സാധിക്കുകയാണെങ്കിലും അതും അവർ നിർവഹിക്കും. എന്നാൽ സുന്നത്തിന്റെ വിഷയത്തിൽ അവർക്ക് എന്തുണ്ടാകൂല? വലിയ കണിശതയോ അത് ചെയ്യുന്ന ഒരവസ്ഥയോ ഉണ്ടാകൂല. എന്നാൽ ഈ മുഖ്തസിദായ വിഭാഗം ആളുകൾ, അവരെ അള്ളാഹു ഹിസാബ് ചെയ്യാൻ യസീറായ രൂപത്തിലാണെന്നാണ്. എളുപ്പത്തിൽ അള്ളാഹു ഹിസാബ് ചെയ്യും. കാരണം എന്ത് ചെയ്തിട്ടില്ല? അള്ളാഹുവിനെ അവർ ധിക്കരിച്ചിട്ടില്ല എന്നതാണ്. ഹറാമുകൾ അവർ ചെയ്തിട്ടില്ല. 3-ാമത്തെ വിഭാഗം ആളുകളാണ് സാബിഖുൻ ബിൽ ഖൈറാത്ത്. അവരാണ് അള്ളാഹുവിന്റെ ഔലിയാക്കൾ. സാബിഖുൻ ബിൽ ഖൈറാത്ത് എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ വിചാരം എന്താ? ഖൈറ്, ഒരുപാട് ഖൈറ് ചെയ്യാ എന്നാണ് നമ്മുടെ വിചാരം. ആയത്തിൽ പറയുന്നത് ഫസ്തബിഖൂ ബിൽ ഖൈറാത്ത്, നിങ്ങൾ ഖൈർ ചെയ്യണം എന്നല്ല പറഞ്ഞത്, ഖൈറിൽ മുന്നേറണം എന്നാണ്. ഇവരുടെ വിശേഷണമായി ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി പറയുന്നത്, ഇവർ വാജിബുകൾ ചെയ്യുന്നു, ഹറാമുകൾ ഒഴിവാക്കുന്നു, സുന്നത്തുകൾ കണിശമായി ചെയ്യുന്നു, തീർന്നില്ല, കറാഹത്തുകൾ ഒഴിവാക്കുന്നു, മുബാഹുകൾ വരെ ഒഴിവാക്കും, അനുവദനീയമായ കാര്യം വരെ ഒഴിവാക്കും. എന്തിനെ പേടിച്ച്? ചിലപ്പോൾ ആ അനുവദനീയമായ കാര്യം എവിടേക്ക് എത്തിക്കും? ഹറാമിലേക്ക് എത്തിക്കും. അല്ലെങ്കിൽ അനുവദനീയമായ കാര്യം ചെയ്യുന്ന സന്ദർഭത്തിൽ നമുക്ക് എന്ത് ചെയ്യാം? സുന്നത്തുകൾ ചെയ്തുകൊണ്ട് നമുക്ക് ലാഭം കൊയ്യാൻ പറ്റും. ഇവരാണ് സാബിഖുൻ ബിൽ ഖൈറാത്ത്. ഇവരാണ് അള്ളാഹുവിന്റെ ഔലിയാക്കളുടെ കൂട്ടത്തിൽ ഉൾപ്പെടാൻ. കറാഹത്ത് വരെ അവർ ഒഴിവാക്കും. അവരുടെ ജീവിതം വളരെ സുന്ദരമായിരിക്കുന്നു. അവരെ കുറിച്ചാണ് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി പറഞ്ഞത്, ദുനിയാവിൽ ഒരു സ്വർഗമുണ്ട് എന്ന് പറയുന്നത് ഈ പറയുന്ന കൂട്ടം ആളുകളെ കുറിച്ചാണ്. അവരെന്ത് ചെയ്യുകയാണെങ്കിലും അള്ളാഹുവിന് വേണ്ടിയിട്ടാണ് ചെയ്യാം. ഇപ്പൊ നമ്മുടെ കൂട്ടത്തിൽ ചില ആളുകളുണ്ട്, ഇബാദത്ത് ചെയ്യുന്ന സന്ദർഭത്തിൽ നമ്മുടെ കൂട്ടത്തിൽ ചില ആളുകൾ ഇബാദത്ത് ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? നമുക്ക് എന്തെങ്കിലും കിട്ടാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് എന്തെങ്കിലും ലക്ഷ്യം നടന്നു കിട്ടണം, അതിനുവേണ്ടി എന്ത് ചെയ്യുന്നു? നമ്മൾ ഇബാദത്ത് ചെയ്യുന്നു. അത് കുറച്ചും കൂടി താഴ്ന്ന ദറജയാണെന്ന്. എന്നാൽ അള്ളാന്റെ ഔലിയാക്കൾ ഇബാദത്ത് ചെയ്യുമ്പോൾ അള്ളാനെ ലഭിക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യാ? ഇബാദത്ത് ചെയ്യുക. അവർക്ക് ഒരു ലക്ഷ്യം ഉണ്ടാവില്ല. അവരുടെ ലക്ഷ്യം എന്താ? അള്ളാഹുലേക്ക് അടുക്കുക എന്നുള്ളത് മാത്രം. അവരുടെ ആഗ്രഹം പോലും എന്തല്ല, അവർ വിഷയമാക്കുകയേ ഇല്ല എന്ന്. അപ്പൊ അള്ളാഹിനെ ഇബാദത്ത് ചെയ്യുമ്പോൾ അങ്ങനെ ഇബാദത്ത് ചെയ്യണം എന്നാണ്.
നമ്മുടെ ലക്ഷ്യത്തിന് വേണ്ടിയിട്ടല്ല, അള്ളാന്റെ ഉദ്ദേശത്തിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? അള്ളാഹുവിനെ നമ്മൾ ഇബാദത്ത് ചെയ്യണം. അപ്പൊ അങ്ങനെയുള്ള ആളുകളാണ് അള്ളാന്റെ ഔലിയാക്കൾ. അങ്ങനെയുള്ള ആളുകൾക്കാണ് കറാമത്ത് ഉണ്ടാവുക. കറാമത്ത് ഉണ്ടാകണം എന്ന് നിർബന്ധമില്ല കേട്ടോ. അതായത് നീ വലിയാണെങ്കിൽ നീ ഒരു കറാമത്ത് തെളിയിച്ച് കാണിച്ചു തരണം എന്നൊന്നും എന്ത് ചെയ്യേണ്ടതില്ല, നമ്മൾ ആവശ്യപ്പെടേണ്ടതില്ല എന്നുള്ളത്. ഏറ്റവും വലിയ ഔലിയാക്കളാണ് ആര്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ജീവിച്ച സഹാബാക്കൾ. സഹാബാക്കൾക്ക് കറാമത്ത് ഉണ്ടായിട്ടില്ല എന്ന് നിരുപാധികം പറഞ്ഞതല്ല, വളരെ കുറവാണ് എന്ന്. പിൽക്കാലക്കാരെ നോക്കുമ്പോൾ സഹാബാക്കൾക്ക് ഉണ്ടായ കറാമത്ത് വളരെ കുറവ്. അപ്പൊ യഥാർത്ഥ കറാമത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അൽ കറാമത്തു ലുസൂമുൽ ഇസ്തിഖാമ, അഅ്ലമുൽ കറാമ ലുസൂമുൽ ഇസ്തിഖാമ. ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് പറഞ്ഞു ഏറ്റവും വലിയ കറാമത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദീനിൽ അടിയുറച്ചു നിൽക്കലാണ് എന്ന്. അത് ആർക്കുണ്ടായിരുന്നു? സഹാബാക്കൾക്കുണ്ടായിരുന്നു. ഒരുപാട് ഫിത്നകൾ പൊട്ടിപ്പുറപ്പെട്ടിട്ടും സഹാബാക്കൾ നല്ല ദൃഢമായ യഖീനോട് കൂടിയിട്ടാണ് ദീനിൽ നിലനിന്നിരുന്നത് എന്ന്. സഹാബാക്കൾ ജീവിച്ചിരിക്കെ ഫിത്ന ഉണ്ടാക്കാൻ വേണ്ടി ആളുകൾ എന്ത് ചെയ്യൂല? ആളുകൾ ഫിത്ന ഉണ്ടാക്കാൻ വേണ്ടി വരൂല. പ്രത്യേകിച്ചും മുതിർന്ന സഹാബാക്കളൊക്കെ ജീവിച്ചിരിക്കുന്ന സന്ദർഭമാണെങ്കിൽ. അബ്ദുല്ലാഹിബ്നു സബ ആണ് ഷിയാക്കൾക്ക് തിരികൊളുത്തുന്നത്. അദ്ദേഹം യഹൂദിയാണ്. അദ്ദേഹം പുറപ്പെടുന്നത് ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിലാണ്. എന്നാൽ ഉമർ റളിയല്ലാഹുവിന്റെ കാലഘട്ടത്തിൽ അദ്ദേഹം ഉണ്ട്, അബൂബക്കർ റളിയല്ലാഹുവിന്റെ കാലഘട്ടത്തിൽ അദ്ദേഹം ഉണ്ട്. അദ്ദേഹം ആ സമയത്തൊന്നും പുറത്തു വരുന്നില്ല. കാരണം ഉമർ റളിയല്ലാഹുവിന്റെ കാലഘട്ടത്തിലെങ്ങാനും അദ്ദേഹം പുറത്തു വന്ന അദ്ദേഹം പിന്നെ പുറം ലോകം കാണൂല. അത് അദ്ദേഹത്തിന് നന്നായി അറിയാം. എന്നാൽ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിൽ തന്നെ അദ്ദേഹം വരുന്നത് എപ്പോഴാണ്? അദ്ദേഹം മുതിർന്ന സഹാബാക്കളൊക്കെ വഫാത്തായതിനു ശേഷം, മരണപ്പെട്ടതിന് ശേഷമാണ് അദ്ദേഹം രംഗപ്രവേശനം ചെയ്യുന്നത്. കാരണം ആ സന്ദർഭത്തിൽ അദ്ദേഹത്തിന് എന്ത് സാധിക്കുള്ളൂ? അദ്ദേഹം ഉദ്ദേശിക്കുന്ന ലക്ഷ്യം അദ്ദേഹത്തിന് സാധിക്കുകയുള്ളൂ എന്ന്. അതായിരുന്നു സഹാബാക്കളുടെ ദീൻ എന്ന് പറയുന്നത്. അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ശരീരത്തിലും അവരുടെ പ്രവർത്തനത്തിലും അവരുടെ വാക്കിലും ദീന് നിഴലിച്ചു നിന്നിരുന്നു എന്നാണ്. വിശ്വാസമാണ് അവർക്ക് പ്രധാനം. വിശ്വാസത്തിനും ആദർശത്തിനും മൻഹജിനുമാണ് അവർ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൽപ്പിക്കുക. ആ വിശ്വാസത്തിൽ എന്തില്ല? വിശ്വാസത്തിൽ ഒരു കോംപ്രമൈസ് ചെയ്തുകൊണ്ട് ഒരു മുന്നോട്ട് പോക്ക് സഹാബാക്കൾക്കില്ല എന്ന്. അങ്ങനെയുള്ള ഒരു സമൂഹത്തിനെ എന്ത് ലഭിക്കുള്ളൂ? വിജയം ലഭിക്കുകയുള്ളൂ എന്നാണ്. ഇസ്ലാമിന്റെ യുദ്ധങ്ങളെല്ലാം തെളിയിക്കുന്നത് അതാണ്. 300 പേരെ വെച്ചുകൊണ്ട് 1000 പേരെ തകർക്കണമെങ്കിൽ എന്ത് വേണം? വിശ്വാസം വേണം എന്നുള്ളത്. എന്നാൽ 1000 പേരടങ്ങുന്ന സൈന്യം മുസ്ലിമുകൾക്ക് ഉണ്ടെങ്കിലും ശരി, വിശ്വാസമില്ല, അതുകൊണ്ട് യാതൊരു കാര്യവുമില്ല എന്ന്. അതുകൊണ്ട് യാതൊരു ഉപകാരവുമില്ല. ഇസ്ലാമിന്റെ യുദ്ധങ്ങളൊക്കെ പരിശോധിച്ചു കഴിഞ്ഞാൽ അള്ളാന്റെ സഹായം ലഭിക്കണോ, തൗഹീദ് എന്ത് ചെയ്യണം? ഉറക്കണം എന്നുള്ളതാണ്. അപ്പം എന്ത് ചെയ്യും? അള്ളാഹുവിന്റെ സഹായം ലഭിക്കുന്ന അവസ്ഥ ഉണ്ടാകും. അതിനാണ് അസ്ഹാബുൽ കഹ്ഫിന്റെ വിഷയത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്? മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇൻഷാ അല്ലാഹ് ബാക്കി അടുത്ത ആയത്ത് 12ാമത്തെ ആയത്ത് മുതലുള്ളത് അടുത്ത ക്ലാസ്സിൽ വിശദീകരിക്കാം എന്നാണ് വിചാരിക്കുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മിൽ നിന്ന് വന്നുപോയ വീഴ്ചകൾ, പ്രത്യേകിച്ചും ഈ റമദാനിൽ നമ്മിൽ നിന്ന് വന്നുപോയ രഹസ്യവും പരസ്യവുമായ എല്ലാ തെറ്റുകുറ്റങ്ങൾ അള്ളാഹു പുറത്തു മാപ്പാക്കി നൽകുമാറാകട്ടെ. മരിക്കുന്ന നേരത്തെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു തൗഹീദ് ഉച്ചരിച്ച് മരിക്കാനുള്ള തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മുടെ കൂട്ടത്തിൽ രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന ആളുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ശമനം പ്രദാനം ചെയ്യുകയും ആഫിയത്തുള്ള ദീർഘായുസ് പ്രദാനം ചെയ്യുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി വയാ ഖാദിയൽ ഹാജാത്ത്. റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസന വഖിനാ അദാബൻ നാർ. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.